السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ അമലുകളെല്ലാം നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മമായി അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം സക്കാത്തുൽ ഫിത്തറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്തതിന്റെ ബാക്കി ചില കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയേണ്ടതായ ചില വിഷയങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി, ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് കൊടുക്കേണ്ട സമയം, ആർക്കെല്ലാമാണ് നിർബന്ധമായി തീരുന്നത്, ഏത് ഘട്ടത്തിലാണ് അത് നിർബന്ധമായി തീരുന്നത്, എന്താണ് ഫിത്ർ സക്കാത്തായി വിതരണം ചെയ്യേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ചിടത്തോളമാണ് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മുസ്ലിമിനും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നത് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഒരു ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിധി എന്താണ്? ഫക്കീർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു സ്വാഅ് അതല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് വേണ്ടത് ആ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്ത് നൽകാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹുക്മ് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമാണ് എന്നുള്ളതാണ്. പെരുന്നാൾ ആ ദിവസത്തെ ഭക്ഷണം കഴിച്ചിട്ട് മിച്ചമുള്ളത് എന്താണോ അത് ആരാണെങ്കിലും അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ വിഷയ സംബന്ധമായിട്ട് ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുപോലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാധ്യമല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിലൊരു ചോദ്യം ലജ്നത്ത് ദായിമയോട് ചോദിച്ചു. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്നതിനേക്കാൾ നല്ലത് ആ ഫത്വ മനസ്സിലാക്കുകയായിരിക്കും.
ആ ചോദ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫഖീറാണ് എന്ന് മാത്രമല്ല, ഉമ്മയും ഉപ്പയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം അയാൾക്കുണ്ട്. അയാൾക്ക് ഈദുൽ ഫിത്തർ വയുദിരിക്കുഹു ഈദുൽ ഫിത്തർ സമാഗതമായിരിക്കുന്നു. എന്നാൽ വലൈസ ഇൻദഹു ഇല്ലാ സ്വാഉം മിനത് തുആമി ഫമൻ യുഖ്രിജുഹു അൻഹു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫഖീറാണ്, ഉമ്മയുണ്ട് ഉപ്പയുണ്ട് മക്കളുണ്ട്, ഒരു ദരിദ്ര കുടുംബമാണ്. എന്നാൽ അയാളുടെ അടുക്കൽ ഒരു സ്വാ അല്ലാതെ വലൈസ ഇൻദഹു ഇല്ലാ സ്വാഉം മിനത് തുആമി, ഒരു സ്വാ അല്ലാതെ മറ്റൊന്നും അയാളുടെ പക്കൽ ഇല്ലതാനും. ഇങ്ങനെ ഫക്കീറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾ ചെയ്യേണ്ടത്? ഇത് സ്വാഭാവികമായിട്ട് നമുക്കും സംശയം തോന്നിയേക്കാം. അതിനവർ കൊടുക്കുന്ന മറുപടി, ഇദാ കാനൽ അംറു കമാ ദക്കറ ഉസ്സായിലു മിൻ ഹാലിൽ ഫക്കീരിൽ മസ്ഊൽ അൻഹു. ചോദ്യകർത്താവ് ചോദിച്ചതുപോലെയാണ് ആ ഫക്കീറിന്റെ അവസ്ഥയെങ്കിൽ فإنه يخرج الصاع عن نفسه إذا كان فاضلا عن قوته وقوت من يعول يوم العيد وليلته. ഈ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ പറയുന്നത്, അപ്പൊ ഒരു സ്വാ മാത്രമാണ് അയാളുടെ കൈവശം ഉള്ളതെങ്കിൽ അയാൾ ചെയ്യേണ്ടത് അയാൾക്ക് വേണ്ടി അയാൾ അത് കൊടുക്കണം. അയാളൊരു കുടുംബത്തിന്റെ നാഥനാണ്. ആ ചോദ്യത്തിലുള്ളതുപോലെ മിൻ ഉമ്മിഹി വ അബീഹി വ ഔലാദിഹി, ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നത് അയാളാണ്. എന്നാൽ ഒരു സ്വാ മാത്രമാണ് അയാളിൽ ഉള്ളത് എങ്കിൽ അപ്പൊ അതിന് കൊടുക്കുന്ന മറുപടി അയാൾ എന്ത് ചെയ്യണം? ഒരു സ്വാ, ആ ഒരു സ്വാ അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ സക്കാത്തായിട്ട് കൊടുക്കണം. എങ്ങനെയാണെങ്കിൽ ഇദാ കാന ഫാളിലൻ അൻ ഖൂതിഹി വ ഖൂതി മൻ യഊലു യൗമിൽ ഈദി വ ലൈലതിഹി. പെരുന്നാളിന്റെ അന്ന് പകൽ, അന്ന് രാത്രി അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആവശ്യമുള്ളത് കഴിച്ചിട്ട് ഒരു ബാക്കിയുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടി അയാൾ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പ്രത്യേകം മനസ്സിലാക്കണം, അയാൾക്ക് വേണ്ടി അയാൾ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. കാരണം ആ ഒരു അല്ലാതെ അയാളുടെ കൈവശം മറ്റൊന്നുമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യട്ടെ? അയാൾക്ക് വേണ്ടി ആ അയാളെ ഫിത്ർ സക്കാത്തായി കൊടുക്കട്ടെ. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട് ആ വിഷയത്തിൽ. ആ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് ലജ്ന ഈ മറുപടി കൊടുക്കുന്നത്. എന്താണ് ഹദീസ്? ഇബ്ദഅ ബിനഫ്സിക സുമ്മ ബിമൻ തഊൽ. ആ ഹദീസിന്റെ ഒരു ഭാഗം, നീ ആരംഭിക്കേണ്ടത് നിന്നെ കൊണ്ടാണ്, പിന്നീട് നിന്റെ ആശ്രിതരെ കൊണ്ടും, അതായത് പിന്നീട് നീ ചെലവിന് കൊടുക്കുന്നവരെ കൊണ്ടും. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടി. കാരണം ഈ ഹദീസിലുള്ളത് ആദ്യം അയാളുടെ നഫ്സ് കൊണ്ട് ആരംഭിക്കണം, പിന്നീടാണ് അയാളുടെ ആശ്രിതരെ കൊണ്ട്, അല്ലെങ്കിൽ അയാൾ ചെലവിന് കൊടുക്കുന്നവരെ കൊണ്ടുള്ള ബാധ്യത പിന്നീടാണ്. അപ്പൊ ഈ ഹദീസ് ഒന്ന്, ഇബ്ദഅ ബിനഫ്സിക സുമ്മ ബിമൻ തഊൽ, ഈ ഹദീസ് അവർ ഉദ്ധരിച്ചു കൊടുത്തു. എന്നാൽ أما من يعولهم السائل فإذا لم يكن لديهم شيء يزكون به عن أنفسهم. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, അതായത് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം فإذا لم يكن لديهم, അവരുടെ അടുക്കൽ ഇല്ലെങ്കിൽ, ഷൈഉൻ, ഒന്നും തന്നെ, യുസക്കൂന ബിഹി അൻ അൻഫുസിഹിം, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ, ഫതസ്ഖുതു, അവരെ സംബന്ധിച്ചിടത്തോളം ആ നിർബന്ധ ബാധ്യതയിൽ നിന്ന് അവരൊഴിവാകുന്നു. കാരണം ലിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതേപോലെ വലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ലാ സദഖത ഇല്ലാ അൻ ലഹ്രിനൻ, ഐശ്വര്യമുള്ള അവസ്ഥയിലല്ലാതെ സ്വതഖയില്ല എന്ന ഹദീസ്. അതേപോലെ തന്നെ ഇദാ അമർതുകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ നിങ്ങൾ അത് ചെയ്യണം. അപ്പൊ ഇപ്പറഞ്ഞ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയിൽ നിന്നും അവർ ഒഴിവാകുന്നു. എന്നാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടി ആ പെരുന്നാളിന്റെ അന്ന് രാത്രിക്കുള്ളതും മിച്ചമുണ്ടെങ്കിൽ അയാൾ അയാൾ അത് ഫിത്ർ സക്കാത്തായി അയാൾക്ക് വേണ്ടി കൊടുക്കട്ടെ എന്നാണ് അവർ കൊടുക്കുന്ന മറുപടി. 12:41 പത്തുവാറക്കം 12:41 ലജ്നത്ത് ദായിമയുടെ മറുപടിയിൽ ഇത് അവർ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വീകരിക്കാനുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്നാൽ അതല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഫറളാണ് എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി
രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയമുള്ളത്, റമദാനിൽ നോമ്പ് ഒഴിവാക്കാൻ ഉദറുള്ള ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ, അത് കാരണങ്ങൾ കൊണ്ടാകാം, അതല്ലാത്ത മറ്റു വിഷയങ്ങൾ കൊണ്ടാകാം, അങ്ങനെ നോമ്പ് ഒഴിവാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണോ? ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം പലരും ഉന്നയിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൊത്തത്തിൽ നമ്മൾക്ക് ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നത് എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ്. ആ ഹദീസ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ്, അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ്. ആ ഹദീസുകളിലുള്ളത് ഒന്ന്, ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്രി സഅം മിൻ തംറിൻ ഔ സഅം മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുരി വദ്ദക്കരി വൽ ഉൻസാ വസ്സഈരി വൽ കബീരി മിനൽ മുസ്ലിമീൻ വഅമറ ബിഹാ അൻ തുഅദ്ദാ ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്വലാ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിലുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഈ ഹദീസിനെ ആമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് 4 മദ്ഹബിന്റെ ഇമാമുകളും അതേപോലെ തന്നെ ജുംഹൂറും അതേപോലെ തന്നെ ഇമാമിങ്ങളും ഇവരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ ഹദീസിനെ ആമായിട്ട് മനസ്സിലാക്കണം. ഈ ഹദീസിൽ വന്നത് ആമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. കാരണം ഈ ഹദീസിൽ വന്നിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കൂ. വദ്ദക്കരി വൽ ഉൻസ, സ്ത്രീകൾക്കും ആണിനും പെണ്ണിനും. അതുകൊണ്ട് അവര് പറഞ്ഞു, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഹൈലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, നിഫാസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം, മുലയൂട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വിട്ടുവീഴ്ചകളുണ്ട്. പക്ഷെ ഹദീസുകളിൽ അതൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അതേപോലെ തന്നെ വേറെ ഹദീസുകളിൽ ഇതിന്റെ വിശദീകരണവും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആമായ ഹുക്കുമിൽ നിന്ന്, അതായത് എല്ലാ ആണുങ്ങളും അതേപോലെ തന്നെ എല്ലാ സ്ത്രീകളും അവർക്കൊക്കെ എന്താണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന് പറയുന്ന ഈ ഹദീസ്, അപ്പോ സ്ത്രീകൾക്ക് അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരും പെടുന്നു? നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ എന്തായാലും ഉണ്ടാകുമല്ലോ. ഹൈലുള്ള സ്ത്രീകള്, നിഫാസുള്ള സ്ത്രീകള്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാരണങ്ങളുള്ള ആളുകള്. അവരെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയതായിട്ട് പ്രത്യേകിച്ച് ഹദീസുകളിൽ ഒന്നും തന്നെയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് മൊത്തത്തിലാണ്. വദ്ദക്കരി വൽ ഉൻസ, ആണിനും പെണ്ണിനും. അതേപോലെ തന്നെ വസ്സഗീരി വൽ കബീരി, സഗീർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ ഹദീസിൽ അതും പറഞ്ഞു. എന്ത്? സഗീർ എന്നുള്ളതും പറഞ്ഞു. അതേപോലെ തന്നെ വൽ കബീർ, കബീറിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാൻ ആരോഗ്യം നഷ്ടപ്പെട്ടവരാണെങ്കിൽ, നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഹദീസിൽ എന്ത് പറഞ്ഞു? വസ്സഗീരി വൽ കബീരി, അവരെ മൊത്തത്തിലാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുസ്ലിങ്ങളിൽപ്പെട്ട സഗീറിനും കബീറിനും, ദക്കറിനും ഉൻസ, അതേപോലെ തന്നെ അബ്ദിനും ഹുറിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്തുൽ ഫിത്ർ അത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണല്ലോ ഈ ഹദീസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ ആമായിട്ട്, ഈ ഹദീസിനെ മുത്ലഖായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിത് മാത്രമല്ല, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് നോമ്പിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, അമ്മൻ തജിബു അലൈഹി സക്കാത്തുൽ ഫിത്ർ. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ചുള്ള ചോദ്യം, ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്? ഫഅജാബ, അങ്ങനെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടിയിൽ ഈ സംഗതി വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു, തജിബു അലാ കുല്ലി ഇൻസാനി മിനൽ മുസ്ലിമീന ദക്കറൻ കാന ഔ ഉൻസ, മുസ്ലിങ്ങളിൽപ്പെട്ട ഓരോ ആണിനും പെണ്ണിനും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നു. സഗീറൻ കാന അം കബീറൻ, അത് ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും. സവാഅൻ കാന സായിമൻ അം ലം യസും, കണ്ടോ പ്രത്യേകം അദ്ദേഹം എടുത്തു പറഞ്ഞു, കാന സായിമൻ അം ലം യസും, നോമ്പ് നോറ്റവനാണെങ്കിലും ശരി നോമ്പ് നോൽക്കാത്തവനാണെങ്കിലും ശരി. കമാലവ് കാന മുസാഫിറൻ, അതേപോലെ തന്നെ മുസാഫിറാണെങ്കിലും വലം യസും, അവൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ, ഒരു മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാനുള്ള റുഖ്സ
അത് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ടല്ലോ. ഷെയ്ഖ് ഉസൈമീൻ അത് എടുത്തു പറയുന്നു. കമാലൗകാന മുസാഫിറൻ, മുസാഫിറിനെ പോലെയാണെങ്കിൽ വലം യസും, അവൻ നോമനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ ഫഇന്ന സദഖത്തൽ ഫിത്രി തൽസമുഹു, അവനും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ അത് വ്യക്തമായി തന്നെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് പറയുന്നുണ്ട്. വഅമ്മാ മൻ തുസ്തഹബ്ബു അൻഹു ഫഖദ് ദക്കറ ഫുഖഹാഉനാ റഹിമഹുമുല്ലാഹ് അന്നഹു യുസ്തഹബ്ബു ഇഖ്റാജിഹാ അനിൽ ജനീൻ. എന്നാൽ ഇവിടെ മുസ്തഹബ്ബാകുന്നത് ആർക്ക് മാത്രമാണ്? ഗർഭസ്ഥ ശിശുവിന് മാത്രമാണ് അത് മുസ്തഹബ്ബായി തീരുന്നത്. അനിൽ ഹംലി ഫിൽ ബത്നി വലാ യജിബ്. അപ്പോ ഗർഭത്തിലുള്ള ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം, ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് വാജിബല്ല, ഫറലല്ല. എന്നാൽ അത് മുസ്തഹബ്ബാകുന്നു. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റവരാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, ഇപ്പൊ യാത്രക്കാരാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് ഖുർആൻ നൽകിയിട്ടുണ്ട്, ഹദീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ പോലും അങ്ങനെ നോമ്പ് ഒഴിവാക്കിയ യാത്രക്കാരാണെങ്കിൽ പോലും അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നു എന്നതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഫത്വയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നോമ്പ് നോറ്റവരാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി, അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ പാവങ്ങളുടെ ഒരു കാര്യം കൂടി അവരെ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ട്. ഫിത്ർ സക്കാത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം തന്നെ എന്താണ്? അതുകൊണ്ട് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്നത് പെരുന്നാൾ എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഈദാണ്. അന്ന് പട്ടിണി കിടക്കുന്ന, അന്ന് ആരും തന്നെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം, ഒരു ഘട്ടം, അന്ന് എല്ലാവരും സന്തോഷിക്കണം, എല്ലാവരും ആഹ്ലാദിക്കണം. നോമ്പ് അവസാനിച്ചതാണ്, പെരുന്നാളാണ്. അങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാനല്ലോ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ കാര്യം കൂടി പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ അവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റൊന്ന്, ഫിത്ർ സക്കാത്ത് അത് നേരിട്ട് വിതരണം ചെയ്യാമോ ഇല്ലേ? നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഫിത്ർ സക്കാത്ത് നേരിട്ട് അത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ? നേരത്തെ നമ്മൾ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ആ കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സക്കാത്ത് എന്നുള്ളത് അത് നേരിട്ട് വിതരണം ചെയ്യാം. മാത്രമല്ല നേരിട്ട് വിതരണം ചെയ്യുന്നതാണ് അഫ്ളല്. എന്നാൽ ഒരാളെ വക്കാലത്തായിട്ട് ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. ജംഇയകളെയും അതേപോലെ തന്നെ മുനല്ലമകളെയും ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വിരോധമില്ല, അത് ജായിസാണ്. എന്നാൽ ചില ശുറൂത്തുകൾ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്നത് തന്നെയാണ് അഫ്ളല് എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിലും നമുക്കറിയാം, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് നേരിട്ട് കൊടുക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പലരും ചെയ്യാറുള്ളത് വളരെ രഹസ്യമായിട്ട് ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം അവരുടെ വീടുകളിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരുടെ കുടുംബങ്ങളിൽ തന്നെ ഫക്കീറന്മാരും മിസ്കീന്മാരുമുണ്ട്. അതേപോലെ തന്നെ അവരുടെ അയൽപ്പക്കങ്ങളിൽ അവർക്ക് പരിചയമുള്ള ആളുകൾക്കിടയിൽ ഫിത്ർ സക്കാത്തിന് അവകാശപ്പെട്ടവരുണ്ട് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അത് നേരിട്ട് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കൊടുക്കുന്നത് പലർക്കും പേടിയാണ്. കാരണം അങ്ങനെ ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുത്താൽ പള്ളി കമ്മിറ്റി അടുത്ത ആഴ്ച മീറ്റിംഗ് കൂടും, എന്നിട്ട് അവർക്കെതിരെ നടപടിയെടുക്കും. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് അങ്ങനെയുള്ള അർഹരായ ആളുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി അറിവുള്ള ആളുകൾ പോലും എന്ത് ചെയ്യും? ഫിത്ർ സക്കാത്തൊക്കെ പള്ളി കമ്മിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ഫിത്ർ സക്കാത്ത് അല്ലാത്ത അരി അത് മേടിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാറാണ് പതിവ്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ സർവ്വസാധാരണയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഫിത്ർ സക്കാത്ത് നേരിട്ട് കൊടുത്താൽ ആ ഫിത്ർ സക്കാത്ത് വീടുകയില്ല എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് തീർത്തും തെറ്റാണ്. നമ്മൾ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ തീർത്തും തെറ്റായ ഒരു നിലപാടാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അഹ്ലുൽ ഇൽമിൽപ്പെട്ട അല്ലെങ്കിൽ സലഫുകളായ ആരും പഠിപ്പിക്കാത്ത ഒരു വാദമാണ് അതിന്റെ ഫിത്ർ സക്കാത്ത് നേരിട്ട് കൊടുത്താൽ അത് ഫിത്ർ സക്കാത്തായിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ തെളിവുകൾ പരിശോധിക്കണം. നേരത്തെ നമ്മൾ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് നേരിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള ജംഇയ്യകളെ അല്ലെങ്കിൽ മുനല്ലമകളെ ഏൽപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ ശുറൂത്തുകളുണ്ട്. ആ ശുറൂത്തുകൾ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ജംഇയ്യകളെ, ഇത്തരത്തിലുള്ള സംഘങ്ങളെ, സംഘടനകളെ അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് ശേഖരിക്കുന്ന കമ്മിറ്റികൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വിരോധമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നേരിട്ട് കൊടുക്കുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല. അതുകൊണ്ട് ഒരിക്കലും ഫിത്ർ സക്കാത്ത് വീടാതിരിക്കുകയില്ല. ഈ വിഷയത്തിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റമളാനിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രഭാഷണത്തിൽ, അതിന്റെ കാസറ്റ് ലഭ്യമാണ്, അതിൽ അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. പ്രത്യേകം മനസ്സിലാക്കണം, സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അത് തന്നെ മതി ഇതിന് തെളിവായിട്ട്. പക്ഷെ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പ്രത്യേകമായ വല്ല ചോദ്യവും വന്നിട്ടുണ്ടോ? ഇങ്ങനെ ജംഇയ്യകൾക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് ഖാസായിട്ട് തന്നെയുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചത്. എന്താണ്? ഹുക്മു ജംഇ സക്കാത്തിൽ ഫിത്രിൽ ജംഇയാത്തിൽ ഖൈരിയ. ഈ ജംഇയാത്തുൽ ഖൈരിയ, ഇത്തരത്തിലുള്ള ജംഇയാത്തുൽ ഖൈരിയകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന്റെ വിധി, അവരത് ശേഖരിക്കുന്നതിന്റെ വിധി എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോ ചോദ്യം ഇതാണ്, ജംഇയത്തുൽ ഖൈരിയ അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ അവരത് ശേഖരിക്കുന്നതിന്റെ വിധി എന്താണ്? മാ ഹുക്മു ജംഇ സക്കാത്തിൽ ഫിത്രിൽ ജംഇയാത്തിൽ ഖൈരിയ. ഹൽ ജവാബ്. ഷെയ്ഖ് അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചോ? ഒരു സുദീർഘമായിട്ടുള്ള മറുപടിയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഫി അഹദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫി അഹദി സലഫി സ്വാലിഹി കാനത്തി സകാത്തു തുജ്മഉ കസകാത്തി സുറൂഇ വൽ മവാശി വകദാലിക ലം തകുൻ തുജ്മഉ സകാത്തു നഖദൈനി അൽ ഫരീള. ഇതിൽ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ഈ വാചകങ്ങൾ ശ്രദ്ധിച്ചോ? ഫി അഹദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. വഫി അഹദി സലഫി സ്വാലിഹി, അതേപോലെ തന്നെ സലഫുകളുടെ കാലഘട്ടത്തിൽ. കാനത്തി സകാത്ത് തുജ്മഉ കസകാത്തി സുറൂഇ വൽ മവാശി, കന്നുകാലികളുടെയും കാർഷിക വിളകളുടെയും സക്കാത്തായിരുന്നു ഒരുമിച്ച് കൂട്ടപ്പെട്ടിരുന്നത്, ശേഖരിക്കപ്പെട്ടിരുന്നത്. ഇത് നമ്മൾ സക്കാത്തിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്യോഗസ്ഥന്മാരെ അയച്ചിരുന്നത് സക്കാത്തിന്റെ ആളുകളെ നിയോഗിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു? അത് അംവാലുൽ ലാഹിറ, അതായത് പ്രത്യക്ഷമായ ധനത്തിന്റെ സക്കാത്ത് ശേഖരിക്കുന്നതിനായിരുന്നു എന്നുള്ളതിന് നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിൽ പറഞ്ഞിട്ടുള്ള തെളിവ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതേ കാര്യം ഷെയ്ഖ് അൽബാനി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നത്, അതേപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നത് മവാശി, കന്നുകാലികളുടേത്, അതേപോലെ തന്നെ സുറൂഅ്, കാർഷിക വിളകളുടെ സക്കാത്തായിരുന്നു ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നത്, അതായത് ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ചിരുന്നത്. വകദാലിക ലം തകുൻ തജ്മഉ സകാത്തു നഖദൈൻ, എന്നാൽ നാണയങ്ങളുടെ സക്കാത്ത് അതേപോലെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അൽ ഫരീള, അതായത് നിർബന്ധമായ സകാത്തു നഖദൈനി മാ കാനത്ത് തുജ്മഉ, അതേപോലെ സ്വർണം, വെള്ളി, ഇങ്ങനെയുള്ള നാണയങ്ങളുടെ സക്കാത്ത് അത് ഇതേപോലെ ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നില്ല. വഇന്നമാ കാനൽ അംറു യഫൂദു ഇലൽ ഗനിയിൽ വാജിബ് അലൈഹി സക്കാ ഫഹുവ യുവസ്സിഉ മാ വജബ അലൈഹി ഫീ നഖദൈ. അദ്ദേഹത്തിന്റെ വാചകം ശ്രദ്ധിച്ചോ? പിന്നെ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്? വഇന്നമാ കാനൽ അംറു യുഫവ്വിദു, ആ കാര്യം, ആ വിഷയത്തിലുള്ള കാര്യം അത് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇലൽ ഗനിയി, ആർക്ക്? ആ ഗനിയിലേക്ക്. അൽ ഗനി, ആരാണ് ഗനി? അൽ വാജിബി അലൈഹി സക്കാ, സക്കാത്ത് നിർബന്ധമായ ആളിലേക്ക് തന്നെ ആ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ നാണയത്തിൽ നിർബന്ധമായ സക്കാത്ത് അവൻ തന്നെ വിതരണം ചെയ്യുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ സലഫു സ്വാലിഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കാർഷിക വിളകളുടേത്, അതേപോലെ തന്നെ കന്നുകാലികളുടേത് അതെന്ത് ചെയ്യാറുണ്ടായിരുന്നു? അത് ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ നാണയങ്ങളുടേത് ശേഖരിക്കപ്പെടാറുണ്ടായിരുന്നില്ല. അതെന്ത് ചെയ്യും? അത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായവൻ തന്നെ സക്കാത്ത് കൊടുക്കാൻ ആർക്കാണോ നിർബന്ധമായത് അവൻ തന്നെ വിതരണം ചെയ്യുന്ന രീതി, അവരിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കദാലിക ലം യകുൻ മിനസ് സുന്നത്തിൽ അഹദിൽ അവ്വലി ജംഉ സദഖത്തിൽ ഫിത്രി. കണ്ടോ, അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നു, കദാലിക, ഇപ്രകാരം തന്നെ, ലം യകുൻ മിൻ സുന്നത്തിൽ അഹദിൽ അവ്വലി, ആദ്യ കാലഘട്ടത്തിലെ സുന്നത്തിൽപ്പെട്ടതല്ല ജംഇ സദഖത്തിൽ ഫിത്രി. ഇതേപോലെ തന്നെ എന്ത് സ്വദഖത്തുൽ ഫിത്ർ, അതായത് ഫിത്ർ സക്കാത്ത് ശേഖരിക്കപ്പെടുക എന്നുള്ളത്. വഇന്നമാ കുല്ലു മുകല്ലഫിൻ യുഖ്രിജുഹ, ഓരോരുത്തരും ആർക്കാണോ ഫിത്ർ സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത് അവരെന്ത് ചെയ്യുന്നു? അവർ ആ സക്കാത്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്.
അപ്പൊ ഇതാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഇതാണ് സൽഫു സ്വാലിഹ്യങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള നാണയങ്ങളുടെ സക്കാത്ത്, അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി എടുത്തു പറഞ്ഞു ഫിത്ർ സക്കാത്ത്, ഇങ്ങനെ സദഖത്തുൽ ഫിത്ർ സക്കാത്ത്, അതും അവരാരാണോ കൊടുക്കാൻ കൊടുക്കാനുള്ള ബാധ്യത എത്തിയിട്ടുള്ളത് അവരത് സ്വയം കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഷെയ്ഖ് അൽബാനി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, എന്നാൽ ഇവിടെ പറയപ്പെട്ടതുപോലെ ഇത്തരത്തിലുള്ള ജംഇയാത്തുൻ ഖൈരിയ, ഇത്തരത്തിലുള്ള ഈ ജംഇയാത്തുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെന്ത് ചെയ്യും, സക്കാത്തുൽ ഫിത്ർ ചിലപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ അവർ കൊടുക്കും. റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ചില ജംഇയകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റമദാൻ പകുതിയിൽ തന്നെ അവരെന്ത് ചെയ്യും, ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഷെയ്ഖ് അൽബാനി പറയുന്നത്, ഇതേപോലെ തന്നെ ചില ജംഇയകൾ എന്ത് ചെയ്യും, ഫിത്ർ സക്കാത്ത് അത് പെരുന്നാളിന് ശേഷം ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യും. പെരുന്നാളിന് ശേഷം ചിലപ്പോൾ ആഴ്ചകൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ജംഇയകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം പരിശോധിക്കേണ്ടതാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് അൽബാനി പറയുന്നത്, എന്നാൽ ഇതെല്ലാം പരിഗണിക്കുന്ന ജംഇയകളാണെങ്കിൽ ഫലാ ബഅസ ഹീന ദാലിക മിൻ തൗകീലി ഹാദൽ ജംഇയാത്തി ബിഹാദിഹി സ്വദഖ, ഈ ഫിത്ർ സക്കാത്ത്, ഈ സ്വദഖ ഈ ജംഇയകളെ ഏൽപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇതൊക്കെ കൃത്യമായി അവര് പെരുന്നാളിന്റെ മുമ്പ് തന്നെ അതിന്റേതായ സമയത്ത് തന്നെ ഫിത്ർ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ജംഇയകളാണെങ്കിൽ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, അത് പിന്തിപ്പിക്കുന്നില്ല, നമുക്കറിയാം. ഇങ്ങനെയുള്ള പല ജംഇയകളും പെരുന്നാളിന് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ധനം മറ്റു പല രൂപത്തിലും ചെലവഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ റമദാനിന്റെ പകുതിയിൽ തന്നെ അവർ ഫിത്ർ സക്കാത്തായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇങ്ങനെയുള്ള ജംഇയകളാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇതൊക്കെ പരിഗണിക്കുന്ന, കൃത്യമായി ഫിത്ർ സക്കാത്ത് ശേഖരിക്കുന്നു, അത് വിതരണം ചെയ്യുന്നു, അങ്ങനെയുള്ള ജംഇയകളാണെങ്കിൽ ഫലാ ബഅസ ഹീന ദാലിക മിൻ തൗകീലി ഹാദൽ ജംഇയാത്തി ബിഹാദിഹി സ്വദഖ, ഇത്തരത്തിലുള്ള ജംഇയകൾക്ക് ഈ സ്വദഖ, അത് നമുക്ക് വക്കാലത്ത്, അത് നമുക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെന്തില്ല, തെറ്റില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോ, على أساس أنه يفترض فيها أن تكون أعلم من المزكي بالفقراء والمساكين الذين هم في ذلك الحي. ആ നാട്ടിലുള്ള മിസ്കീനുകളെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഫുഖറാക്കളെ സംബന്ധിച്ച് സക്കാത്ത് കൊടുക്കുന്നവനേക്കാൾ ഈ ജംഇയകൾക്ക് അറിവുണ്ടെങ്കിൽ, അപ്പൊ ഈ ജംഇയകൾക്ക് അറിവുണ്ടായിരിക്കണം. ആരൊക്കെയാണ് ആ നാട്ടിലുള്ള ദരിദ്രർ, ആരൊക്കെയാണ് നാട്ടിലുള്ള മിസ്കീനുകൾ, ഫക്കീറുകൾ, അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവുണ്ടെങ്കിൽ, ഈ സക്കാത്ത് കൃത്യമായി തന്നെ അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉത്തരവാദപ്പെട്ടവർക്ക്, അവകാശപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തില്ല, ജംഇയകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വിരോധമില്ല. എന്നിട്ട് ഷെയ്ഖ് അൽബാനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഷെയ്ഖ് അൽബാനി പറയുന്നു, ലിദാലിക, അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ജംഇയകൾ ഇങ്ങനെ അത് മുൻകൂട്ടി തന്നെ കൊടുക്കും, ചില ജംഇയകൾ എന്ത് ചെയ്യും, അത് പിന്തിപ്പിക്കും, കൊടുക്കാതെ അവർ നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലിദാലിക ഫയകൂനുൽ അഹ്വതു, കേട്ടോ ഷെയ്ഖ് അൽബാനിയുടെ വാചകങ്ങൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, ഫിത്ർ സക്കാത്ത് നേരിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വീടുകയില്ല എന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ കാണാതെ തലയിൽ മുണ്ടിട്ടിട്ട് ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ടാണ് വരുന്നത്, ഈ വിഷയത്തെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഖത്തീബുമാരും പ്രാസംഗികന്മാരും പണ്ഡിതന്മാരും ഇത് മുണ്ടൂല. അവർക്ക് മുണ്ടിയാൽ എന്താണ്, അടുത്ത വെള്ളിയാഴ്ച ഖുതുബക്ക് വരണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അയാൾ സംഘടനാ വിരോധിയാണെന്ന് പറയും. ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നതാണല്ലോ, സംഘടനയിലുള്ള ഏതെങ്കിലും ഒരു തിന്മക്കെതിരെ ശബ്ദിച്ചാൽ ആദ്യം എന്ത് പറയുന്ന അറിയോ, അവൻ സംഘടനക്കെതിരാണെന്ന് പറയും. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി, പിന്നെ അവന്റെ കാര്യം തീർന്നു, അവന്റെ കഥ തീർന്നു. സംഘടനക്കെതിരാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം തീർന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആരും മിണ്ടൂല. നമ്മൾ വ്യക്തമായിട്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ സക്കാത്ത് നേരിട്ട് കൊടുക്കാന്നുള്ളത്. ഒരു കുട്ടിക്കും അതിനെ ഗണ്ണിക്കാൻ ആരും അതിനെ ഗണ്ണിക്കുന്നില്ലല്ലോ, കാരണം അവർക്കൊക്കെ ഈ വിഷയങ്ങൾ അറിയാം. എന്നാൽ ആരും മിണ്ടൂല. ഇതേപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിലും ആരും മിണ്ടൂല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ഇതന്നെ പ്രശ്നം, അയാൾ സംഘടനാ വിരോധിയാകും, അയാൾ അടുത്ത വെള്ളിയാഴ്ച ഖുതുബക്ക് വരണ്ടെന്ന് പറയും. ഇത് തന്നെയാണ്. ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യൂല, പലരും ഇതും മുണ്ടൂല്ല. അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതുകൊണ്ട് ലിദാലിക ഫയകൂനുൽ അഹ്വതു, ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാട് കണ്ടോ, ഫയകൂനുൽ അഹ്വത്ത്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാട്, അയ്യതവല്ലൽ മുസക്കി വൽ മുഖ്രിജു ലിസദഖത്തിൽ ഫിത്രി ഖറാജിഹാ ബിനഫ്സിഹി, ആർക്കാണോ ഫിത്ർ സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്, ആരാണോ സക്കാത്ത് കൊടുക്കുന്നത്, ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ആരാണോ അയാൾ തന്നെ ആ സക്കാത്ത് കൊടുക്കുന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാട്. ഫഹുവ അവ്വലൻ, അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് യുഖ്രിജുഹാ ഖബ്ലൽ ഈദി മുബാശറ, ഈദിന് ശേഷം, ഖബ്ലൽ ഈദി മുബാശറ, വഹാദാ ഹുവൽ അഫ്ളൽ.
ഫൈൻ തർഖസ ഖബ്ല ദാലിക ബിയൗമിൻ ഔ ബിയൗമൈനി, അതായത് പെരുന്നാളിന്റെ മുമ്പ് നേരിട്ട് തന്നെ ആ ഫിത്ർ സക്കാത്ത് നേരിട്ട് മുബാശറ നേരിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. അതല്ല അതിന്റെ മുമ്പ് അയാൾക്ക് ജായിസാണ് ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അയാൾക്ക് ജായിസാണ്. അപ്പൊ ഷെയ്ഖ് അൽബാനിയുടെ വാചകം ശ്രദ്ധിച്ചു. ഒന്ന് അദ്ദേഹം പറഞ്ഞു ഫയക്കൂനുൽ അഹ്വത്ത്, ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാട് ആ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആള് തന്നെ അത് നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു യുഖ്രിജുഹാ ഖബ്ലൽ ഈദി, അതായത് ഈദിന് മുമ്പായിട്ട് ആ ഫിത്ർ സക്കാത്ത് അവൻ കൊടുക്കുന്നു, മുബാശറ നേരിട്ട് സക്കാത്ത് കൊടുക്കുന്നു. വഹാദാ ഹുവൽ അഫ്ളൽ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതി. ഷെയ്ഖ് അൽബാനിയുടെ സിയാമിന്റെ കാസറ്റിൽ ഇത് കാണാം. അതിന്റെ ഷോർട്ട് മാത്രമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് ഫിത്ർ സക്കാത്തിന്റെ നമ്മൾ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചു. ജംഇയ്യകൾക്ക് കൊടുക്കുന്നത് ജായിസാണ്, അവർ ആ ശുറൂത്തുകൾ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ തെളിവുകൾ മതി നമുക്ക്. ആ തെളിവുകൾ മതി. ഫിത്ർ സക്കാത്തും അങ്ങനെ തന്നെയാണ്, നേരിട്ട് തന്നെ കൊടുക്കാം. നേരിട്ട് കൊടുത്താൽ തന്നെ അത് വീടും. എന്നാൽ ജംഇയ്യകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ ജായിസാണ്. എന്നാൽ ഫിത്ർ സക്കാത്തിന്റെ കാര്യം പ്രത്യേകമായി തന്നെ ഷെയ്ഖ് അൽബാനി എടുത്തു പറഞ്ഞു. ഇങ്ങനെയാണ് ജംഇയ്യകളുടെ സ്ഥിതി. എന്നാൽ ഇതൊക്കെ കൃത്യമായി അതിന്റെ അവകാശികൾക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരെ ഏൽപ്പിക്കുന്നതിന് ഫലാ ബഅ്സ എന്നാണ് പറഞ്ഞത്. അത് നിർബന്ധമാണ് എന്നല്ല. നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താ? അതിന്റെ കമ്മിറ്റിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല നമ്മുടെയൊക്കെ പള്ളി കമ്മിറ്റിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ 1 നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പാരമ്പര്യമായിട്ട് നമ്മൾ എടുത്തു പറയാനുള്ളത് എന്താ? സംഘടിത സക്കാത്ത് സംവിധാനം തുടങ്ങിയെന്നുള്ളതാ. അതുകൊണ്ട് ഹൈറുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ തീർത്തും നിഷേധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ തന്നെ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല, അല്ലെ? നമ്മുടെ 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയുമ്പോൾ ഏറ്റവും വലിയ പാരമ്പര്യമായിട്ട് പറയാറുള്ളത് എന്താ? അഭിമാനത്തോടു കൂടി പറയാനുള്ളതാ സംഘടിത സക്കാത്ത് ശേഖരണം, അത് വിതരണം, അത് കേരളത്തിൽ തുടക്കം കുറിച്ചത് നമ്മളാണെന്നുള്ള രൂപത്തിലാണ്. ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ ആ ശുറൂത്തുകൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ജായിസാണ്. എന്നാൽ അത് നേരെ കൊടുക്കുന്നത്, അത് സക്കാത്താണെങ്കിലും ധനത്തിന്റെ സക്കാത്താണെങ്കിലും അതേപോലെ തന്നെ ഫിത്ർ സക്കാത്താണെങ്കിലും നേരെ കൊടുത്താൽ ആ സക്കാത്ത് വിടുകയില്ല എന്ന് പറയാൻ ഒരു തെളിവും ആരുടെ അടുത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചത്. ഇനി ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഷെയ്ഖ് അൽബാനിന്റെ ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേ വിഷയത്തിൽ തന്നെ ലജ്നയോടുള്ള ഒരു ചോദ്യം, 3 ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതിലൊന്ന്, ഹല്ലിൽ മസാജിദ് അവിൽ ഹയാത്തിൽ ഇസ്ലാമിയ സൽതത്തുൻ ജംഇ സകാത്ത് ബിൽ മാലി വതൗസീഇഹാ അലൽ മുസ്തഹിഖീന ബിൽ ഹുബൂബി. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോ. ഇങ്ങനെയുള്ള ഇസ്ലാമികമായിട്ടുള്ള സംഘങ്ങൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ പള്ളികൾ, അവർക്ക് ധനമായിട്ട് സക്കാത്ത് ശേഖരിക്കാൻ, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ധനമായിട്ട് അവരത് ശേഖരിക്കുന്നു. വതൗസീഇഹാ അലൽ മുസ്തഹിഖീന ബിൽ ഹുബൂബി, എന്നിട്ട് അർഹരായ ആളുകൾക്കിടയിൽ ഹുബൂബായിട്ട്, ധാന്യമായിട്ട് അവരത് വിതരണം ചെയ്യുന്നു. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം അവർക്കാണ്, ഈ പള്ളി കമ്മിറ്റിക്ക്, ഈ പള്ളിക്കാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈആത്തുൽ ഇസ്ലാമിയകൾക്കാണ്. എന്താണ്? ഇങ്ങനെ 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം അതാണ്. പിന്നെ വേറെ 2 ചോദ്യങ്ങൾ കൂടി. ആ ഒന്നാമത്തെ ചോദ്യത്തിന് അവർ കൊടുക്കുന്ന മറുപടി, ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. ഈ പള്ളികൾക്ക്, അതേപോലെ തന്നെ ഹൈആത്തുൽ ഇസ്ലാമിയ, ഇങ്ങനെയുള്ള ഇസ്ലാമിക സൊസൈറ്റികൾ, സംഘങ്ങൾ, സ്ഥാപനങ്ങൾ, അവർക്ക് ഇതിനുള്ള അധികാരം. അവരെന്ത് ചെയ്യുന്നു? പണം ശേഖരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ധാന്യങ്ങൾ മേടിച്ചിട്ട് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ഇതിന്റെ പൂർണ്ണമായ അധികാരം അവർക്കാണ്. ഇതിനെ സംബന്ധിച്ചാണ് ചോദ്യം. എന്താണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന മറുപടി? അൽ അസ്ലു അന്ന സകാത്തുൽ ഫിത്രി യജിബു ഇഖ്റാജിഹാ മിനൽ മുസക്കി ഇലൽ മുസ്തഹിഖി മുബാശറ. എന്താ പറഞ്ഞത്? നേരെ തിരിച്ചാ പറഞ്ഞത്. ഫിത്ർ സക്കാത്ത് ആ ജംഇയ്യകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ വാജിബാകുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് വീടുകയില്ല. അതുകൊണ്ട് എല്ലാവരും ആ കമ്മിറ്റിയെ തന്നെ ഏൽപ്പിക്കണം എന്നല്ല പറഞ്ഞത്. നേരത്തെ ഷെയ്ഖ് അൽബാനി പറഞ്ഞ അതേ വാചകങ്ങൾ. എന്താ? അൽ അസ്ലു. ഇവിടെ അസ്ല് മനസ്സിലാക്കിക്കോ. അന്ന സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് എന്നുള്ളത് യജിബു ഇഖ്റാജിഹ, അത് കൊടുക്കൽ നിർബന്ധമാകുന്നു. മിനൽ മുസക്കി, അത് നിർബന്ധമായ ഒരു മുസക്കിയെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ വാജിബാകുന്നു. ആർക്ക്? ഇലൽ മുസ്തഹിഖി, അവകാശപ്പെട്ടവന്. അത് ആർക്കാണോ അർഹതപ്പെട്ടവന്. മുബാശറ, നേരെ. അതാണ് അസ്ല്. ഉണ്ടോ? ഇതാണ് അസ്ല്. ഇത്ര തെളിവുകൾ ഉണ്ടായാലും ഇത് അംഗീകരിക്കൂല. കാരണം അത് അംഗീകരിച്ചാൽ നമ്മൾ ഇത്ര കാലം പറഞ്ഞത് നമ്മൾ തിരുത്തി പറയേണ്ടി വരും. അതുകൊണ്ട് അത് തിരുത്തി പറയാൻ പറ്റൂല. കാരണം ബഹുമാനപ്പെട്ട പലരും ഇതിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മളെ നേതാക്കളൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചു പോയ ആൾക്കാരായിരിക്കും. അപ്പൊ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ വിഷയം മിണ്ടൂല. ഇത് പറയാൻ ആരും ധൈര്യം കാണിക്കൂല. ഇതിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഈ വിഷയത്തിലുള്ള അസല്. ഇത് നേരത്തെ നമ്മൾ ഇത് വായിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ വായിച്ചതൊക്കെ സക്കാത്ത് നേരെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാ. ഇതിൽ കൃത്യമായിട്ട് ചോദ്യത്തിലുള്ളത് എന്താ? സക്കാത്തുൽ ഫിത്ർ എന്നാ കൃത്യമായിട്ട് പറഞ്ഞു.
അത് സക്കാത്ത്, അത് ധനത്തിന്റെ സക്കാത്തിനെ കുറിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി ന്യായീകരിക്കാൻ നടക്കണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഇത് വായിച്ചത്. എന്താ അൽ അസുൽ, ഒന്നുകൂടി ആ വാചകം ശ്രദ്ധിച്ചോ. ഈ വിഷയത്തിലുള്ള അസുൽ അല്ല സക്കാത്തുൽ ഫിത്രി. കണ്ടോ, ഇവിടെ സക്കാത്തുൽ ഫിത്ർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സക്കാത്തുൽ ഫിത്ർ യജിബു ഇഖ്റാജിഹാ മിനൽ മുസക്കി, അത് മുസക്കി, അത് നിർബന്ധിതമാ, ആർക്കാണ് അത് നിർബന്ധമായത്, അത് അവന് കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ്. ഇലൽ മുസ്തഹിക്കി, അർഹരായവന് മുബാഷറ, നേരിട്ട് തന്നെ. എന്നിട്ട് പറയുന്നു വലാക്കിൻ യജൂസു, എന്നാൽ ജായിസാണ്, ലിമൻ വജബത്ത് അലൈഹി സക്കാ, ആർക്കാണോ ഈ സക്കാത്ത് നിർബന്ധമായത്, അൻ യുനീബ ഗൈറ, മറ്റൊരാളെ പകരക്കാരനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, മിനസ്തിഖാത്തി ഫീ തൗസീഇഹാ, അത് വിതരണം ചെയ്യുന്ന വിശ്വസ്തരായ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ജായിസാണ്. ജായിസാണ്. അത് ജായിസല്ല എന്നുള്ള വാദം നമുക്കാർക്കില്ല. പക്ഷെ അത് പള്ളി കമ്മിറ്റിക്ക് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഫിത്ർ സക്കാത്തിന്റെ കമ്മിറ്റിക്ക് തന്നെ ഏൽപ്പിച്ചെങ്കിലേ അത് ഫിത്ർ സക്കാത്ത് വീടുകയുള്ളൂ എന്ന വാദം, ആ വാദത്തിന് നിലനിൽപ്പില്ല. ഒരു നിലക്കും ആർക്കും അതങ്ങോട്ട് തെളിയിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും, കൊടുക്കൂല. കാരണം എന്താ, അങ്ങനെ കൊണ്ടുപോയി കൊടുത്താല് നേരത്തെ പറഞ്ഞതുപോലെ അത് ബഹളാകും, പ്രശ്നമാകും. എന്നിട്ട് എന്ത് ചെയ്യും, ഫിത്ർ സക്കാത്ത് കമ്മിറ്റിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേറെ അരി വരിക്ക് മേടിച്ചെടുക്കും. എത്രയോ അനുഭവങ്ങൾ അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയമൊക്കെ തിരുത്തി പറയാനുള്ള ഒരു ആർജവം വരെ കാണിക്കട്ടെ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയാണ്. അപ്പൊ അതിൽ ലജ്നത്ത് ദായിമയോടുള്ള 10-344 3 ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരവുണ്ട്. അതിൽ നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടത് മാത്രമാണ് വായിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് നോക്കാം, നിങ്ങൾക്കത് മുത്താല നടത്താം, റഫർ ചെയ്യാം. 10-344 ആണിത് വരുന്നത്. അപ്പോ അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ലജ്നത്ത് ദായിമയുടെ ഫത്വ, ഇത് എന്താണ്, ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ പ്രത്യേകമായി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇത് മാത്രല്ല, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോടൊരു ചോദ്യം, മാ ഹുവ ഹുക്മു ദഫ്ഇ സകാത്തിൽ ഫിത്രി ലിൽ അഖാരിബിൽ ഫുഖറായി, അടുത്ത കുടുംബക്കാർക്കിടയിൽപ്പെട്ട ദരിദ്രര്, അങ്ങനെയുള്ളവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? അവര് ദരിദ്രരാണ്, അവര് കുടുംബക്കാരുമാണ്. എന്താണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി? യജൂസു അൻ തദ്ഫഅ സകാത്തുൽ ഫിത്രി വ സകാത്തുൽ മാലി ഇലൽ അഖാരിബിൽ ഫുഖറാ, അത് ജായിസാകുന്നു. ഇങ്ങനെയുള്ള കുടുംബക്കാർക്ക് അവർ ദരിദ്രരാണെങ്കിൽ ധനത്തിന്റെ സക്കാത്തും ഫിത്ർ സക്കാത്തും, അവിടെ അദ്ദേഹം രണ്ടും എടുത്തു പറഞ്ഞു, സക്കാത്തുൽ ഫിത്ർ, സക്കാത്തുൽ മാൽ, ഇത് രണ്ടും കൊടുക്കൽ ജായിസാകുന്നു. ബൽ ജായിസാണ് എന്ന് മാത്രമല്ല, ഇന്ന ദഫ്അഹ ഇലൽ അഖാരിബി ഔലാ മിൻ ദഫ്ഇഹാ ഇലൽ അബാഇദ്, കുടുംബക്കാർക്ക് കൊടുക്കുന്നതാണ് അകന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും അർഹമായിട്ടുള്ളത്. അത് കുടുംബക്കാർക്കിടയിലെ ഫക്കീർമാർക്ക് കൊടുക്കുന്നതാണ്. കാരണം ലിഅന്ന ദഫ്അഹ ഇലൽ അഖാരിബി സ്വദഖത്തുൻ വസില, കാരണം കുടുംബക്കാർക്ക് അത് കൊടുക്കുമ്പോൾ അത് സ്വദഖയും സിലയുമാണ്, അത് സ്വദഖയുമാണ്, അത് കുടുംബബന്ധം ചാർത്തലുമാണ്. ലാകിൻ ബിശർത്തിൻ അല്ലാ യകൂന ഫി ദഫ്ഇഹ ഹിമായത്തു മാലി, എന്നിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പക്ഷെ ആ സക്കാത്ത് കൊടുക്കുമ്പോൾ അവരെന്തായിരിക്കരുത്, നമ്മൾ സംരക്ഷിക്കുന്ന ആളുകളാകരുത്. അതായത് നമ്മൾ നിർബന്ധമായും ചെലവിന് കൊടുക്കുന്ന ആളുകളാകരുത്. അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുക, ഞാൻ എന്റെ ഉപ്പാക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അപ്പൊ അതെന്തായി, ആ ഫിത്ർ സക്കാത്ത് എനിക്കുള്ളത് തന്നെയാണ്. നമ്മൾ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ നിർബന്ധമായും ചെലവിന് കൊടുക്കുന്ന ആളാകുക. ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എന്റെ മകന് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അങ്ങനെ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കുന്ന ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന രീതിയാകരുത്. അതെന്താണ്, അവന്റെ ധനത്തെ അവൻ സംരക്ഷിക്കലാണ്. അങ്ങനെയല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക് കൊടുക്കുന്നതാണ് അകന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഔല, അർഹമായിട്ടുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതും. കാരണം എന്താ, അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ സ്വദഖന്റെ പ്രതിഫലം അവന് കിട്ടും. 2, കുടുംബബന്ധം ചേർത്തിയതിന്റെ പ്രതിഫലം അവന് കിട്ടുന്നു. ഇത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ വിശദീകരിച്ചതാണ്. 19-ാം വാള്യത്തില് കിതാബ് അഹ്ലു സക്കാത്തിൽ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ ഇത് കാണാം, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കാരണം ഈ സക്കാത്തിനെ കുറിച്ചും ഫിത്ർ സക്കാത്തിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങളിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച, ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ, ധനത്തിന്റെ സക്കാത്താകട്ടെ അതേപോലെ തന്നെ ഫിത്ർ സക്കാത്താകട്ടെ, അതിന്റെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് അറിയോ? അത് പിതാവിന് കൊടുക്കാൻ പാടുണ്ടോ, മാതാവിന് കൊടുക്കാൻ പാടുണ്ടോ, സഹോദരന് കൊടുക്കാൻ പാടുണ്ടോ, സഹോദരിക്ക് കൊടുക്കാൻ പാടുണ്ടോ, ഇങ്ങനെ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. അത് ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും ധനത്തിന്റെ സക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും. ഇവിടെ ഒരു കാര്യം, സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചിന്തിക്കാം, ഇതിങ്ങനെ ഒറ്റക്കൊറ്റക്ക് സക്കാത്ത് കൊടുത്താൽ, അത് ഫിത്ർ സക്കാത്താകട്ടെ ധനത്തിന്റെ സക്കാത്താകട്ടെ, ഒറ്റക്ക് കൊടുത്താൽ അതുകൊണ്ട് സക്കാത്ത് വീടുകയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചന്റെ പ്രസക്തി എന്താ?
ഒരു സംഘടനക്ക് ഒരു സംഘത്തിന് കൊടുക്കുകയാണെങ്കിൽ പിതാവിന് കൊടുക്കണോ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി അവിടെ അല്ലല്ലോ. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ സഹോദരന് കൊടുക്കാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ എളാപ്പാക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. അങ്ങനെ ഫിത്ർ സക്കാത്ത് നേരിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ ധനത്തിന്റെ സക്കാത്ത് നേരിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ്? പിന്നെ എന്തിനാണ് ആ ചർച്ച? നിറച്ചും ആ ചർച്ച കാണാം. അത് ധനത്തിന്റെ സക്കാത്താണെങ്കിലും ഫിത്ർ സക്കാത്തിന്റെ ചർച്ചയാണെങ്കിലും ഇത് നമുക്ക് ധാരാളമായിട്ട് അത് കാണാം. ഇങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും, ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ. അപ്പൊ ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ജംഇയ്യകളെ അല്ലെങ്കിൽ സംഘങ്ങളെ, സംഘടനകളെ, അതിന്റെ കമ്മിറ്റികളെ മാത്രം ഏൽപ്പിച്ചെങ്കിലേ വീടുവെങ്കിൽ ഈ ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണ്? പിന്നെ എന്തിനാ അത് ചർച്ച ചെയ്യണേ? കാരണം പിതാവിന് കൊടുക്കാൻ പറ്റുമല്ലേ, ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുമല്ലേ, മകന് കൊടുക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയല്ലല്ലോ. കാരണം എന്താ, അവർക്ക് കൊടുത്താൽ വീടില്ലല്ലോ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ. അതല്ലെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് സംഗതികൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്ത്? ഇങ്ങനെ രണ്ട് പ്രതിഫലമാണ്. അവർ ദരിദ്രരാണെങ്കിൽ, അവർ കുടുംബക്കാരുമാണെങ്കിൽ സദഖയുടെ പ്രതിഫലവും സിലത്തിന്റെ പ്രതിഫലവും അവർക്ക് ലഭിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, ഷെയ്ഖ് ഉസൈമീൻ എടുത്തു പറഞ്ഞു, അത് ധനത്തിന്റെ സക്കാത്താണെങ്കിലും ഫിത്റിന്റെ സക്കാത്താണെങ്കിലും അത് ജായിസാണ് എന്ന് മാത്രമല്ല ഔല, അവർക്ക് കൊടുക്കുന്നതാണ് ഔലയായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇതൊറ്റക്ക് കൊടുത്താൽ വീടില്ല എന്നുള്ള വാദത്തിന്, ആ വാദം തൽക്കാലത്തിന് അവിടെ തന്നെ വെക്കുക എന്നുള്ളതല്ലാതെ ഒരു തെളിവും അതിനില്ല. ഇത്രയും കാലം പറഞ്ഞു പോകുന്നതാണെന്നുള്ള രൂപത്തിൽ അതങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവർക്കൊരു മറുപടി പറയാൻ കഴിയില്ല. അത്രത്തോളം തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ തെളിവുകൾ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് സംഘടിതമായിട്ട് തന്നെ സക്കാത്ത് അത് സംഘടിതമായിട്ട് തന്നെ കൊടുക്കേണ്ടതുള്ളോ എന്നുള്ളൊരു വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുക. അതിൽ ആ വിഷയം ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഫിത്ർ സക്കാത്തിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മളിവിടെ ഉദ്ധരിച്ചത്. അപ്പൊ അതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇനി അതിന്റെ അളവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വ ആണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വ അനുസരിച്ചിട്ട് ഒരു സ്വ ആണ്. നാട്ടിലെ മുഖ്യ ആഹാരം ഏതാണോ അതാണ് ഒരു സ്വ ആണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഒരു സ്വ, അത് അളവാണ്. സ്വ എന്നുള്ളത് തൂക്കമല്ല, അത് അളവാണ്. അത് അളന്ന് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്, അഫ്ളലായിട്ടുള്ളത് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 4 മുദ്ദാണ്. 4 മുദ്ദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ 4 മുത്ത്. 4 ഇങ്ങനെ ഒരു മനുഷ്യന്റെ 1, 2, 3, 4 ഈ 4 മുത്ത്, ഇതാണ് ഒരു സ്വ. ഇതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അളവൊക്കെ നമുക്ക് തന്നെ ഓർമ്മയില്ലാതായിട്ടുണ്ട്. പിന്നെ തീർത്തും അത് ഇല്ലാതായി പോയിട്ടുണ്ട്, അത്തരത്തിലുള്ള അളവും കാര്യങ്ങളും തൂക്കങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെന്ത് ചെയ്തു, അവരതിന്റെ തൂക്കം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തൂക്കം അവിടെ തൂക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഓരോ സാധനവും തൂക്കുമ്പോൾ, കാരണം ഇത് തൂക്കം എന്നുള്ളത് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അത് അളവാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കിലോഗ്രാമിൽ വ്യത്യാസം ഉണ്ടാവും. അരി തൂക്കുന്ന മാതിരി ആവില്ല കാരക്ക തൂക്കുന്ന മാതിരി ആവില്ല ഗോതമ്പ് തൂക്കുമ്പോൾ. അതിലൊക്കെ എന്തുണ്ട്, അളവിലും ഒക്കെ അതിന്റെ തൂക്കത്തിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അതിലെന്താണെങ്കിലും അരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള മുഖ്യാഹാരം അതാണ് റുസ്. ആ റുസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. 2200, 2300, 2400 അങ്ങനെയൊക്കെ 2600 ഒക്കെ കൊടുക്കുന്നവരുടെ. എന്താണെങ്കിലും അതിൽ ലജ്നത്ത് ദായിമയിൽ വന്നിട്ടുള്ളത് ഏതാണ്ട് 3 കിലോന്റെ അടുത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഏതാണ്ട് തഖരീബൻ 3, അതായത് 3 കിലോ തഖരീബൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട്. അതിന് വേറെ ചില പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണം നൽകിയത്, ഏതാണ്ട് 3 കിലോ ആകുമ്പോ എന്ത് തൂക്കിയാലും പ്രശ്നമില്ല, അത് കറക്റ്റ് ആയിരിക്കും. അതായത് അളന്നെടുക്കുന്നത് അനുസരിച്ചിട്ട് കണക്ക് കൂട്ടിയാൽ തന്നെ ഏതാണ്ട് 3 കിലോ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അവര് പറഞ്ഞു ഏതാണ്ട് 3 കിലോ. എന്നാൽ ഷെയ്ഖ് ഉസൈമീന് വേറെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, 2 ചില്ലറയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളെടുത്തുണ്ടാവും, അതുണ്ട്. പക്ഷെ അതിൽ ലജ്നത്ത് ദായിമ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 3 കിലോ. അത് തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അഭിപ്രായം. അപ്പൊ അത് ഓരോന്ന് അഭിപ്രായങ്ങൾ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമല്ല. അവര് അത് അളവാണ്, എന്നാൽ അതിന്റെ പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അവരതിന്റെ തൂക്കം
നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ കൃത്യമായിട്ട് ആ അതിന്റെ വലുപ്പം, മുദ്ദ്, അതിന്റെ വലുപ്പം, അതിന്റെ അളവുകൾ, കാര്യങ്ങൾ, അത് തൂക്കുന്നത്, അത് ഈത്തപ്പായം തൂക്കുമ്പോ, പിന്നെ ഗോതമ്പ് തൂക്കുമ്പോ, ചോളം തൂക്കുമ്പോ അതിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് നമ്മളെ തലയ്ക്ക് കയറും. അപ്പൊ അത് അങ്ങനെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ലജ്നത്ത് ദായിമ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതാണ്ട് 3 കിലോഗ്രാം, ഏതാണ്ട് തഖരീബൻ എന്നാണ്. അതിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് എന്ത്, ഇൻദനാ തആമുർ റുസ്. ചോദ്യകർത്താവിന്റെ ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യത്തില് റുസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം വായിക്കാനുള്ള സമയമല്ല. അപ്പൊ അതിൽ കൊടുക്കുന്ന ജവാബ് മിഖ്ദാറു സ്വഇൻ നബവി 3 കിലോവാത്ത് തഖരീബൻ, ഏതാണ്ട് 3 കിലോ, ഏതാണ്ട് 3 കിലോ. ഫയൽസം ഇഖ്റാജ് ഹാദൽ മിഖ്ദാർ അൻ കുല്ലി ശഖ്സിൻ ഫി സദഖത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ഓരോരുത്തർക്കും ഈ അളവിലാണ് അത് കൊടുക്കേണ്ടത്. ഫത്വ നമ്പർ 18700. 18700 ഇത് പറഞ്ഞുതരാൻ കാരണം ഇതില് നിങ്ങൾക്ക് റഫർ ചെയ്താൽ ആ ഫത്വ ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതാണ് 3 കിലോ. ഷെയ്ഖ് ബിൻ ബാസിന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പൊ നൽകേണ്ടത് ഭക്ഷണമാണ്, പണം പറ്റൂല. പിന്നെ അതിന്റെ അളവ് നമ്മൾ പറഞ്ഞു, അളന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെയാണ് അത് ഖൈറ്, ഇല്ലെങ്കിൽ അതിന്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പൊ ഏതാണ്ട് 3 കിലോ. ഇനി അത് നൽകേണ്ടത് ഫക്കീറന്മാർക്ക് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഫക്കീറന്മാർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫക്കീർ, മിസ്കീന് അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരെ കണ്ടെത്തിയിട്ട് ഫിത്ർ സക്കാത്ത് അത് ഏൽപ്പിക്കണം. അതാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി അതിലൊന്നുള്ളത്, അമുസ്ലിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ? ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ? മുസ്ലിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതിന് മുമ്പൊരു വിഷയം പറയാനുള്ളത്, ഫിത്ർ സക്കാത്ത് എവിടെയാണത് നമ്മൾ ഏൽപ്പിക്കേണ്ടത്? പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്താണെന്ന് മനസ്സിലാണല്ലോ. ചില ആൾക്കാർ എന്തോ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയതുപോലെ, ഞാൻ എവിടെ കൊടുക്കണം, ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്, ഞാൻ നാട്ടിലാണോ കൊടുക്കേണ്ടത്? അതിൽ സംശയിക്കാനൊന്നുമില്ല. നമ്മൾ എവിടെയാണോ ഉള്ളത്, നമ്മൾ അമേരിക്കയിലാണോ, അമേരിക്കയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. നമ്മൾ സൗദിയിലാണോ, സൗദിയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. നമ്മളെ ഭാര്യയും മക്കളും, നമ്മുടെ കുടുംബം കേരളത്തിലാണോ, അവർ കേരളത്തിൽ കൊടുത്തോട്ടെ. എവിടെയാണോ ഒരാളുള്ളത്, ഏത് സ്ഥലത്ത് വെച്ചാണോ, ഏത് നാട്ടിൽ വെച്ചാണോ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്, അത് ഏത് പ്രദേശത്താകട്ടെ, ഏത് നാട്ടിലാകട്ടെ, അന്നാണ് നോമ്പ് അവസാനിച്ച് പെരുന്നാളായതെങ്കിൽ അവിടെയാണ് അയാളെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അയാൾ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലാണ് അയാളെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിലെന്താണ് അഭിപ്രായ വ്യത്യാസം മനസ്സിലാകുന്നില്ല. അതിലെന്തെങ്കിലും തക്കതായ ഉദറുകൾ ഉണ്ടെങ്കിലല്ലാതെ, എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാരണങ്ങൾ, ഇവിടെ കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ശർഈയായിട്ടുള്ള ഉദറുകൾ, ചിലപ്പോ മിസ്കീനെയും ഫക്കീറിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പൊ നമുക്ക് നാട്ടിലേക്ക് വിളിച്ചിട്ട് വക്കാലത്ത് കൊടുക്കാം, അതിന് വിരോധമില്ല എന്നുള്ളത് മാത്രം. അതല്ലെങ്കിൽ, അതല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ വിഷയത്തിൽ ലജ്നത്ത് ദായിമയോട് ഒരു ചോദ്യം. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു വാചകം മുഗ്നിയിൽ പറഞ്ഞത്, ഫഅമ്മാ സകാത്തുൽ ഫിത്ർ ഫഇന്നഹു യുഖ്രിജുഹാ ഫിൽ ബലദില്ലദി വജബത് അലൈഹി ഫീഹി. ഏത് നാട്ടിൽ വെച്ചിട്ടാണോ അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീർന്നത് അവിടെയാണ് അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത് മുഗ്നിയിൽ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. അപ്പൊ എവിടെ വെച്ചിട്ടാണോ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീർന്നിട്ടുള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ലജ്നത്ത് ദായിമയോട് ചോദിച്ച ചോദ്യം ഇതാണ്, അത് എന്റെ കുടുംബത്തിന് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എനിക്ക് ജായിസാകുമോ? കാരണം ഹൈസു ഇനി സുംതു ഷഹർ റമദാന ഫിൽ മിൻതഖത്തി ഷർഖിയ വ അഹ്ലി ബിൽ ജുനൂബ്, ഞാനുള്ളത് ഷർക്കിലാണ്, എന്റെ കുടുംബം ജനൂബിലാണ്. അപ്പൊ ഞാനുള്ളത് ഈസ്റ്റിലാ, എന്റെ കുടുംബം ഉള്ളത് ജനൂബിലാണ്, സൗത്തിലാണ്. അപ്പൊ ഞാൻ എന്താണ് ഫിത്ർ സക്കാത്ത്, ഞാൻ എവിടെയാണ് ഫിത്ർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ലജ്നത്ത് ദായിമയോടാണ് ചോദ്യം. 6829 ചോദ്യം, ഫത്വ റക്കം 6829. അതിനവർ കൊടുക്കുന്ന മറുപടി, സകാത്തുൽ ഫിത്ർ തുഖ്രിജു ഫിൽ മക്കാനിൽ മൗജൂദി ബിഹി ശഖ്സ്. മനസ്സിലായല്ലോ, വളരെ കറക്റ്റാ. പിന്നെന്താ ഇതിൽ വസ്വാസ്? ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും വസ്വാസ് തീരില്ല, കാരണം അവർക്ക് വസ്വാസ് ഉണ്ടാക്കണം. അപ്പൊ പിന്നെ അത് തീരൂലല്ലോ. ഇതിൽ കറക്റ്റ് മറുപടി, സകാത്തുൽ ഫിത്ർ തുഖ്രിജു, അത് അല്ലെങ്കിൽ തുഖ്റജ്, അത് കൊടുക്കണം ഫിൽ മക്കാനി, സ്ഥലത്ത്, അൽ മൗജൂദ് ബിഹി ശഖ്സ്, ആ ശഖ്സ് എവിടെയാണോ അവിടെ കൊടുക്കേണ്ടത്.
വളരെ കൃത്യമാണ്. ലാക്കിൻ ലൗ അഖ്റജഹ അൻഹു വക്കീല ഔ വലിയു വക്കീലുഹു ഔ വലിയുഹു ഫി ബലദി ഗൈരിൽ ബലദിൽ മൗജൂദ് ഫീഹ ശഖ്സു ജാസ. എന്നാൽ അവന്റെ വക്കീലോ അവന്റെ വലിയോ അത് മറ്റൊരു സ്ഥലത്ത് ഏൽപ്പിക്കാൻ വേണ്ടി അവന് അത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അത് ജായിസാവും, അതിന് വിരോധമല്ല. അത് ഇബ്നു ഉസൈമീൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അയാൾക്ക് ഒരു ഉദറോ അവിടെ കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വന്നാൽ അവർക്ക് അവന്റെ നാട്ടിലെവിടെയാണോ മറ്റുള്ള സ്ഥലത്തോ കൊടുക്കുന്നതിന് വിരോധമല്ല. അതല്ല, ഇതിന്റെ പൊതു തത്വം എന്താണ്? എവിടെയാണോ ഒരാളുള്ളത് അവിടെയാണ് അയാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്, അവിടെയാണ് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നർത്ഥം. ഇതില് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് സഊദ് യൂണിവേഴ്സിറ്റിയിൽ സഊദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിലുള്ളത് എന്താണ്? ഹൽ യജൂസ നുർസില സക്കാത്തൽ ഫിത്രി ഇലാ ബലദി. എന്റെ നാട്ടിലേക്ക് എനിക്ക് ഫിത്ർ സക്കാത്ത് എന്റെ നാട്ടിലേക്ക് ഫിത്ർ സക്കാത്ത് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അതായത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ഇനി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഏത് സംഖ്യയാണ് കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് ഈ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന മറുപടി അൽ മശ്റൂഉ ലിൽ മുഗ്തരിബ്. മുഗ്തരിബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ, പ്രവാസി. ഇത് ചോദിക്കുന്നത് പ്രവാസിയാണ്. അയാൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, സൗദിയിൽ. ആ പ്രവാസിയാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ അതിന്റെ ഇത് ലഭ്യമാണ്. അതിന്റെ സൗണ്ട്, അദ്ദേഹത്തിന്റെ ചോദ്യവും ഉത്തരം കിട്ടും. അയാൾ ചോദിക്കുന്നത് എന്താണ്? ഈ റമദാനിൽ ഞാൻ ഇവിടെ ഇരിക്കും, എനിക്ക് നാട്ടിൽ പോകാൻ ചാൻസ് ഇല്ല, അപ്പൊ പെരുന്നാൾ ഇവിടെ തന്നെ ആയിരിക്കും, അപ്പൊ ഫിത്ർ സക്കാത്ത് ഞാൻ നാട്ടിൽ കൊടുക്കണോ? കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ പൈസയാണോ ഇവിടുത്തെ സംഖ്യയാണോ? അതൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. അതിന് ശേഷം ഇബ്നു ബാസിന്റെ മറുപടി അൽ മശ്റൂ ലിൽ മുഗ്തരിബ്, പ്രവാസിക്ക് മശ്റൂ ആയത്, ഒരു വിദേശിക്ക് മശ്റൂ ആയത് അൻ യുഖ്രിജ സക്കാത്തൽ ഫിത്രി ഫീ മഹല്ലിഹി, അവന്റെ മഹല്ലിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ്. മഹല്ലു ഇഖാമത്തിഹി, മഹല്ല നമ്മുടെ നാട്ടിലത്തെ മഹല്ലല്ല, അവൻ താമസിക്കുന്ന മഹല്ലിൽ. ഇതാക്കാന ഫി റിയാദിലാണെങ്കിൽ ഫി റിയാദിൽ, ഫിൽ മദീന മദീനയിലാണെങ്കിൽ ഫിൽ മദീന, ഫി മക്ക മക്കയിലാണെങ്കിൽ ഫി മക്ക. ഹാദാ ഹുവ സുന്ന, ഇതാണ് സുന്നത്ത്. ഇതങ്ങനെ കുറെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ആ പ്രസംഗം, ആ ചോദ്യങ്ങൾക്ക് ഇതിൽ കിട്ടും. ഇത് ഷെയ്ഖ് ഇബ്നു ബാസ്. ഇതിൽ എത്ര ഫത്വകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷെയ്ഖ് ഫൗസാനോട് ചോദിക്കുന്നത് വന്നിട്ടുണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. ഇബ്നു ഉസൈമീനോട് ചോദിക്കുന്നത്, ലജ്നത്ത് ദായിമയോട് ചോദിക്കുന്നത് നമ്മൾ വായിച്ചു. അപ്പൊ ഫിത്ർ സക്കാത്ത് ഒരാൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് അയാളെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, അവിടെയാണ് അയാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത് എന്നർത്ഥം. ഇനി അതില് ഒരു വിഷയം പറയാൻ ബാക്കിയുണ്ടായിരുന്നത്, അമുസ്ലിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതും നമ്മുടെ നാട്ടിൽ വലിയൊരു വിഷയമാണ്. അത് നമ്മൾ വേറെ പറയേണ്ട ഒന്നാണ്, നമുക്കത് വിശദീകരിക്കാനുള്ള സമയമല്ല. എന്നിരുന്നാലും ഫിത്ർ സക്കാത്തോ അമുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ്. മൊത്തത്തിൽ അമുസ്ലിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് അതല്ലെങ്കിൽ മറ്റുള്ള സക്കാത്തോ കൊടുക്കരുത്. മൊത്തത്തിൽ എന്ന് പറയാനുള്ള കാരണം, മുഅല്ലഫത്ത് ഖുലൂബിന്റെ വ്യാഖ്യാനത്തിൽ സക്കാത്ത് കൊടുക്കേണ്ട 8 അവകാശികളിൽ ഒരാളാണ് മുഅല്ലഫത്ത് ഖുലൂബ്. അതിനെ സംബന്ധിച്ചിടത്തോളം ചില ചർച്ചകൾ വേറുണ്ട്, അത് വേറെ ചർച്ചയാണ്. എന്നാൽ അതല്ലാതെ മൊത്തത്തിൽ നമ്മുടെ സക്കാത്തോ ഫിത്ർ സക്കാത്തോ മറ്റുള്ള സക്കാത്തോ അത് അമുസ്ലിങ്ങൾക്ക് നൽകരുത് എന്നുള്ളതാണ്. അത് ലജ്നത്ത് ദായിമയോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഒരാൾ ചോദിക്കാണ്, ഞങ്ങളൊരു അങ്ങാടിയിൽ ഇരിക്കുകയായിരുന്നു, ആ സമയത്ത് ആ നാട്ടുകാരനായ ഒരാൾ വന്നിട്ട് ഒരു 200 പെപ്സി തൊഴിലാളികൾക്ക് വാങ്ങിക്കൊടുത്തു. അവര് ബലദിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. 200 പെപ്സി വാങ്ങിക്കൊടുത്തു. ആ പെപ്സി വാങ്ങിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരാൾ അതിനെ എതിർത്തു. അയാൾ പറഞ്ഞു, ലാ തഹില്ലു സ്വദഖ ലിഹാഉലാഇ ലിഅന്നഹു ഗൈറു മുസ്ലിമീൻ. അതായത് ഇവര് ബലദിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇയാള്, ആ നാട്ടുകാരൻ, ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യമാണ്, ആ നാട്ടുകാരൻ പെപ്സി വാങ്ങിക്കൊടുത്ത കണ്ട മറ്റൊരാൾ വന്നിട്ട് ഇത് ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞു, എന്ത് സ്വദഖ അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ജായിസല്ല, സ്വദഖ കൊടുക്കുന്നത് ജായിസല്ല എന്ന് പറഞ്ഞു പെപ്സി വാങ്ങിച്ചു കൊടുത്തപ്പോ. അങ്ങനെ ഞാനും അവനും തമ്മിൽ ശക്തമായ വാദപ്രതിവാദം നടത്തി, നല്ല തർക്കിച്ചു. അവൻ പറഞ്ഞു, ഒരു കാരണവശാലും സ്വദഖ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അവനും, ഞാൻ അതിന് നേരെ എതിരും. അപ്പൊ ചോദ്യം ഇതാണ്, ചുരുക്കത്തിലാ പറയുന്നത്, ഹൽ സ്വദഖത്തു ലാ തഹില്ലു ഇല്ലാ ലിൽ മുസ്ലിമി വമാ ഹുക്മുഹാ ലിഗൈരിഹി. സ്വദഖ മുസ്ലിങ്ങൾക്ക് അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടുണ്ടോ? അല്ലേ? ഇവിടെ ചോദ്യം സ്വദഖനെ കുറിച്ചാണ് ചോദ്യം ശരിക്കും കേട്ടോ. ഇയാളിങ്ങനെ പെപ്സി വാങ്ങിക്കൊടുത്താണ് ഇഷ്യൂ ആയത്. അപ്പൊ വേറൊരാൾ പറഞ്ഞത് പറ്റില്ല, ആ മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കാൻ സ്വദഖ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ തർക്കമായി ചോദ്യം ലജ്നയുടെ മുന്നിലെത്തി. ഇങ്ങനെ ആ മുസ്ലിങ്ങൾക്ക് സ്വദഖ കൊടുക്കുന്നത് ജായിസാണ്. എന്താണ് അതിന്റെ ഹുക്മ്? അതിന്റെ ഉത്തരം പറയുമ്പോ കേട്ടോ, ലജ്ന കൊടുക്കുന്ന മറുപടി, ലാ യജൂസു ഇഅ്താഇൽ കുഫാരി മിൻ സകാത്തിൽ അംവാലി വസ്തിമാരി വസകാത്തിൽ ഫിത്രി വലൗ കാനൂ ഫുഖറാഅ.
ലാ യജൂസു ജായിസല്ല ഇഅ്താഇൽ കുഫാരി കാഫിരിങ്ങൾക്ക് കൊടുക്കൽ മിൻ സകാത്തിൽ അംവാലി ധനത്തിന്റെ സകാത്ത് വസ്തിമാരി ഫലവർഗ്ഗങ്ങളുടെ സകാത്ത് വസകാത്തിൽ ഫിത്ർ ഫിത്ർ സകാത്ത് വലൗകാനു ഫുഖറാ അവർ ദരിദ്രരാണെങ്കിലും ഔ അബ്നാഇ സബീൽ അല്ലെങ്കിൽ വഴിയാത്രക്കാരാണെങ്കിലും ഔ മിനൽ ഗാരിമീൻ അല്ലെങ്കിൽ കടമുള്ളവരാണെങ്കിലും കാഫിരീങ്ങൾക്ക് കൊടുക്കുന്നത് ജായിസല്ല. വലാ തുജ്സു മിൻ അഅ്താഹു അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്നത് കൊണ്ട് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് ജായിസല്ല. വയജൂസു അൻ യുതിയ ഫഖീറഹു മിന സദഖാത്തിൽ ആമ വതവാദുലു മഅഹും വൽ ഹിബാത്തു വൽ മബറാത്ത് ഇദാ ലം യകുൻ മിൻഹും ഇഅ്തിദാഹും യംനഉ മിൻ ദാലിക അവർക്ക് ശത്രുത ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അവർക്ക് മറ്റുള്ള സംഭാവനകളും ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അത് കൈമാറുന്നതിനോ അവർക്ക് അത്തരത്തിലുള്ള സംഭാവനകൾ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നതിനോ മിന സദഖാത്തിൽ ആമ മൊത്തത്തിലുള്ള പൊതുവായിട്ടുള്ള ഫണ്ടുകൾ അങ്ങനെ അവരെ സഹായിക്കുന്നതിന് വിരോധമല്ല. അതും എപ്പോൾ മാത്രം അവർക്ക് ശത്രുത ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ അവരെ സഹായിക്കുന്നതിന് പൊതുവായ ഫണ്ടുകളിൽ നിന്ന് സഹായിക്കുന്നതിന് വിരോധമല്ല. എന്നാൽ സക്കാത്തുൽ ഫിത്ർ ധനത്തിന്റെ സക്കാത്ത് കാർഷിക ഫലവർഗ്ഗങ്ങളുടെ സക്കാത്ത് ഇതൊന്നും അവർക്ക് കൊടുക്കുന്നത് ജായിസല്ല എന്നുള്ളത് ഈ വിഷയത്തില് ലജ്നത്ത് ദായിമയുടെ ഫത്വയാണ്. 65 ഇതിൽ നിങ്ങൾക്കത് കാണാം. ഇതിങ്ങനെ ധാരാളം ഫത്വകളുണ്ട്. ലജ്നയോട് ചോദിച്ചതുണ്ട്, ഇബ്നു ബാസിനോട് ചോദിച്ചതുണ്ട്, ഇബ്നു ഉസൈമീനോട് ചോദിച്ചതുണ്ട്, ഷെയ്ഖ് ഫൗസാനോട് ചോദിച്ചതുണ്ട്. അതിൽ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണം നമ്മുടെ നാട്ടിൽ പറയാം അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളാണ്, ജോലി ചെയ്യുന്ന ആളുകളാണ്, നമ്മളെന്നും കാണുന്ന ആളുകളാണ്, അവർക്കെന്താ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ എന്താ, അതൊക്കെയാണ് ന്യായീകരണം പറയാനുള്ളത്. ലജിനോട് ചോദിച്ച ഒരു ചോദ്യം കണ്ടാൽ കസീറും മിനന്നാസി അധിക പേരും ഖാദമുൻ കുഫാറുൻ ഫിൽ ബൈത്തി അവരുടെയൊക്കെ വീടുകളിലുള്ളത് കാഫിരീങ്ങളായ ജോലിക്കാരാണ്. കണ്ടോ? അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സക്കാത്തിൽ നിന്ന് വല്ലതും കൊടുക്കാൻ പറ്റുമോ? ചോദ്യം എന്താണ്? ജോലിക്കാരൊക്കെ ഇങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ വീടുകളിലുള്ള ജോലിക്കാരൊക്കെ ഇങ്ങനെയുള്ള കാഫിരീങ്ങളായ ജോലിക്കാരാണ്. അപ്പൊ നമ്മൾ ആ സംശയം തീർത്തരാണ്. എന്താ ആൻസർ കേട്ടോ? അവര് നമ്മളെ ജോലിക്കാരല്ലേ എന്നും അതിന് വേറെ ഫണ്ട് കണ്ടെത്തിക്കോ. നേരത്തെ പറഞ്ഞതുപോലെ ലജിൻ അതിന് കൊടുക്കുന്ന മറുപടി ലാ യുഖ്രിജാനുഹും സക്കാത്തൽ ഫിത്ർ അവർക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കരുത്. വലാ യജൂസു ലഹു അൻ യുഅ്തിഹി മിന സക്കാത്തി ഷൈഅ മാത്രമല്ല സക്കാത്തിൽ നിന്ന് യാതൊന്നും തന്നെ അവർക്ക് കൊടുക്കരുത്. ഇത് ചോദ്യാരാ? ജോലിക്കാരെ കുറിച്ചുള്ള ചോദ്യം. കൊടുക്കരുത് എന്നാ പറഞ്ഞത്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ വലാഹ് ബറാഹ് പറയാൻ തന്നെ പേടിയാണ്. കാരണം ISSന്റെ ചാരനാണെന്ന് പറയും. ഇത് പറയാൻ തന്നെ പേടിയാണ്. അത് സക്കാത്താണെങ്കിലും മറ്റുള്ള വിഷയമാണെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങൾ മുണ്ടാൻ പേടിയാണ്. ഇതിപ്പോ ലജ്നത്ത് ദായിമ ഇതെല്ലാരും പറഞ്ഞതാണ്. ഇത് ശരിക്കും ഓരോ ക്ലാസ് ഇത് മാത്രം എടുക്കണം. ഏത് മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും അതൊരു ക്ലാസ്, സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് അതൊരു ക്ലാസ്. ശരിക്കും അങ്ങനെ ക്ലാസ് എടുത്തു പോകേണ്ട വിഷയമാണിത്. എന്നിട്ട് അവർ പറഞ്ഞു ഫിത്ർ സക്കാത്ത് കൊടുക്കരുത്, സക്കാത്തിൽ നിന്ന് ഒന്നും തന്നെ കൊടുക്കരുത്. വലവാഴ്ത്താഹും ഷൈഅൻ മിൻഹാ ലം യുജ്സി ഇനി അങ്ങനെ ആരെങ്കിലും സക്കാത്തായിട്ട് കൊടുത്താൽ തന്നെ ലം യുജ്സി അത് മതിയാവില്ല, അത് സക്കാത്തായിട്ട് കൂട്ടില്ല, അത് ലം യുജ്സി അത് അവന് മതിയാവുകയില്ല. ലാകിൻ ലഹു അൻ യുഹ്സിന ഇലൈഹി മിൻ ഗൈരി സക്കാത്തിൽ മഫ്റൂള അവൻ എന്ത് ചെയ്യാം, അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കാം. എങ്ങനെ? മഫ്റൂളത്തല്ലാത്ത സക്കാത്തിൽ അതല്ലാത്ത ഫണ്ടിൽ നിന്ന് നിർബന്ധ സക്കാത്ത് കൊടുക്കരുത്. മഅലിൽമി എന്നിട്ടൊരു കാര്യം നമുക്ക് തിരുത്തി തരികയാണ്. എന്ത്? ബിഅന്നൽ വാജിബ ലിസ്തിഗ്നാഇ അൻഹും ബിൽ ഉമ്മാലിൽ മുസ്ലിമീന ഇവര് ചോദ്യം ഇതാണല്ലോ, കാഫിരീങ്ങളായ ജോലിക്കാരാണ്. അപ്പൊ ലജിന അവിടെ നല്ലൊരു മറുപടിയും കൊടുത്തുണ്ട്. ജോലിക്ക് വെക്കുമ്പോ എന്ത് ചെയ്യണം? കാഫിരീങ്ങളായ ആൾക്കാരാണ് മാറ്റി നിർത്തിയിട്ട് അൽ-ഇസ്തിഗ്നാഇ അൻഹും ബിൽ ഉമ്മാലിൽ മുസ്ലിമീന മുസ്ലിം ജോലിക്കാരെ നിങ്ങൾ വെക്കണം, അതിൽ നിങ്ങൾ ധന്യരാകണം, അതിൽ നിങ്ങൾ സംതൃപ്തരാകണം, അവരെ നിങ്ങൾ വെക്കണം. ബിൽ ഉമ്മാലിൽ മുസ്ലിമീന ലിഅന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാ ബിഖറാജിൽ കുഫാരി മിൻ ജസീറത്തിൽ അറബ് കാരണം ജസീറത്തുൽ അറബിൽ നിന്ന് കാഫിരീങ്ങളെ പുറത്താക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുണ്ട്. വഖാല ലാ യജ്തമിഉ ഫീഹാ ദീനാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ട് ദീൻ ഇവിടെ ഒരുമിച്ച് ചേരൂല. അപ്പൊ രണ്ടെണ്ണത്തിന് മറുപടിയായി. ഫിത്ർ സക്കാത്തോ മറ്റുള്ള സക്കാത്തോ കൊടുക്കാനും പറ്റില്ല. ജോലിക്കാരെ വെക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെ വെക്കുകയും ചെയ്യണം. അത് വേറൊരു വിഷയമാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഇത് ലജ്നയുടെ ഫത്വ തന്നെയാണ്. 7699 ഇങ്ങനെ നിരവധി ഫത്വകൾ ആ വിഷയത്തിൽ നമുക്ക് വായിക്കാനുണ്ട്. അപ്പോ അമുസ്ലിങ്ങൾക്ക് ഫിത്ർ സക്കാത്തില്ല. ഇനി വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ എടുത്തുകൊണ്ടിട്ടുണ്ട്. അത് ചർച്ച എവിടെയാണ്? അത് മുഅല്ലഫത്ത് ഖുലൂബിന്റെ വിഷയത്തിലാണ്. ഈ പറഞ്ഞത് ഇനി എത്രണ്ണം വേണം നമുക്ക് വായിക്കാണ്ട്? ഫിത്ർ സക്കാത്താകട്ടെ മറ്റുള്ള സക്കാത്താകട്ടെ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. മറ്റത് മുഅല്ലഫത്ത് ഖുലൂബിന്റെ ചർച്ച വേറെയാണ്. അത് വേറൊരു വിഷയമാണ്. അത് ഇതിലേക്ക് വലിച്ചു കിട്ടാൻ ആൾക്കാർ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ മുസ്ലിങ്ങൾക്കും കണ്ട ഇവർക്കൊക്കെ ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കും സക്കാത്തും ഫിത്ർ സക്കാത്തും.
ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കേണ്ടത് മുസ്ലിങ്ങളിലെ മിസ്കീനുകൾക്ക് ആയിരിക്കുന്നത് കൊടുക്കേണ്ടത്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനത്തെ 10 പ്രാർത്ഥിക്കാൻ വേണ്ടി ലൈലത്തുൽ ഖദർ എന്താണെന്ന് അറിവ് കിട്ടിയാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദുആ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അത് വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ആ ദുആ നമ്മൾ വർദ്ധിപ്പിക്കണം. ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് മുമ്പിലുള്ളത്. ആ കാര്യം ഓർമ്മിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശരിയായ രൂപത്തിൽ ഇബാദത്ത് എടുക്കുന്ന, ആരാധനകൾ ചെയ്യുന്ന മുത്തഖീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ജീവിതം വിമലീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.